ഈ പുരാതന കാലത്തിലെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഇൻട്രസ്റ്റ് കാണിപ്പിക്കാനുള്ള കാരണം ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഞാനൊരു സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹാൾ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേനും ഒരപ്പം കുറേ ഫോട്ടോസും കാര്യങ്ങളുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ കാര്യം ഇതെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് ഒരു ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കയ്യിൽ ശേഖരിച്ച് വെക്കാൻ പോകുന്നു, അപ്കമ്മിങ് വരുന്ന ജനറേഷന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സാരം എന്തെന്ന് മനസ്സിലായില്ല. ഇതൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളെന്നാണ് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ കൊട്ടാരം വിസിറ്റ് ചെയ്യാൻ വന്നത്. ബോർഡ് വായിച്ചപ്പോൾ മനസ്സിലായില്ല, നമ്മുടെ പത്മനാഭപുര കൊട്ടാരത്തിലൊക്കെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നമ്മുടെ ചെപ്പിൾസ് എല്ലാം ഉരുവിയിട്ട് വേണം ആ കൊട്ടാരത്തിനകത്ത് എൻട്രി ആവാൻ. ഇതാണ് സംഭവം. ഇതിൻ്റെ ലൊക്കേഷൻ കുറച്ച് പേർക്കെങ്കിലും അറിയാം. നമ്മുടെ ട്രിവാൻഡ്രം കന്യാകുമാരി ബോർഡറിലാണ് വരുന്നത്. അപ്പോൾ ഈ ചുറ്റുമുള്ള കാണുന്ന സ്ഥലത്താണ് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ വലിയൊരു കൗതുകത്തോടെ തന്നെയാണ് ഇതിനകത്ത് കയറുന്നത്. എൻട്രി ഫീസുണ്ട്, 40 രൂപയാണ്. പക്ഷേ ഏകദേശം 1-1.5-2 മണിക്കൂറോളം കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം. നമ്മുടെ ഇതിലോട്ട് കടക്കാൻ പോകുന്നു. ഒരു പഴമത്വത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇതിലെല്ലാം തന്നെ ഉണ്ട്. ഇതാ ഈ വിളക്ക് തുടങ്ങി ഈ മുകളിൽ കാണുന്ന ഈ റൂഫിൻ്റെ പണികളെല്ലാം കൂടെ ഒരു പഴമത്വവും നമ്മുടെ പണ്ട് കാലങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചകളുമായിട്ട് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഈ ഇതാ കിടക്കുന്ന ഈ കട്ടിലാണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരൊക്കെ ഇതിൽ കടന്നിട്ടുള്ളതും വിശ്രമിച്ചിട്ടുള്ളതുമായ കട്ടിലാണ് കേട്ടോ. ആ കസേരയും അതുപോലെ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. ഇന്നത്തെ ജനറേഷനിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നല്ലോ എന്നാണ്. ഈ പോകുന്ന ഇതിന് കോവേണിയാ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. അതും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നിന്ന് നമ്മൾ നേരെ കയറി നമ്മുടെ മീറ്റിംഗ് ഹാളിലോട്ടാണ് പോണത്. എന്ന് വെച്ചാൽ പണ്ടത്തെ രാജാക്കന്മാർ മീറ്റിംഗ് ഹാളിന് വേണ്ടിയിട്ടിരുന്ന സ്ഥലത്തോട്ടാണ്. ഹാവൂ, എന്ത് വലിയ സ്ഥലമാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഇതാണ് പണ്ടത്തെ രാജാക്കന്മാർ മീറ്റിംഗ് ഹാളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം അത്രേ. പഴമത്ത് നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കുന്നതിനും വീഡിയോസ് എടുക്കുന്നതിനും ഒരു കുറവില്ല കേട്ടോ. ഇതൊക്കെ ഇനി കണ്ടു കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലങ്ങളിലാണ് നമ്മുടെ ഇന്ന് തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പടികളാവട്ടെ ഇതിൻ്റെ കെട്ടുപണികളാവട്ടെ എല്ലാം നല്ല പഴമത്തം ഉള്ളത് തന്നെയാണ് കേട്ടോ. ഓരോ ഭാഗങ്ങളും ഓരോ മുറികളും ഓരോ തൂണുകളും നമ്മുടെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ തന്നെ. ഈവൻ അവരുപയോഗിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ അവരുപയോഗിച്ച തിങ്സുകളെല്ലാം കാണാനുള്ള നല്ലൊരു കൗതുകത്തോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബോർഡും കാര്യങ്ങളും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇതിനകത്തുനിന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴും നല്ല പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയാണ് പ്രകൃതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. കാമം അതുപോലെ തന്നെ കൊയറ്റുമായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓരോ കാഴ്ചകളും ഒന്നിനൊന്നും മിച്ചമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ഓരോ പണികളും അതുപോലെ തന്നെ പുറമേ കാഴ്ചയായിരുന്നാലും കൊള്ളാം, അകമേ കാഴ്ചയായാലും കൊള്ളാം, എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം നമുക്ക് മുഴുവനും ഇവിടെ കണ്ടു നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് കൗതുകം ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പണ്ടുകാലങ്ങളുടെ വീട് നോക്കിയാലറിയാം ഇതുപോലത്തെ ഇങ്ങനത്തെ കെട്ടിടങ്ങളും ആ കെട്ടുപണികളൊക്കെ ഇതുപോലെ ഏകദേശമായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഓടിട്ട വീടുകളിലെല്ലാം കാഴ്ചകളെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും, ഏകദേശം സിമിലാരിറ്റി. എന്ന് വെച്ചാൽ എല്ലാം അല്ല, മുകളിലത്തെ ആ കെട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ എങ്ങനെയും അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി പുറത്തെ കാഴ്ചകളുമായിട്ട് നമ്മൾ നടക്കുകയാണ്. ഇത് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട് നമ്മുടെ കാഴ്ചകൾ കാണാനുള്ളത്. ഇത് പുറമേയുള്ള കെട്ടിടപ്പണികളും അവിടുത്തെ ഭംഗികളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ തറകളും ഇപ്പോൾ സൈഡിൽ വെച്ചിരിക്കുന്ന ചെടികളും ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനൊക്കെ വന്നതിന് ശേഷം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്നാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാ നമ്മുടെ അടുത്ത് ഇവർ വൈനും മറ്റ് സംഭവങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച പ്ലേസിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാലൊക്കെ അറിയാം ഇതുപോലത്തെ കൽഭരണികളും അതിൻ്റെ ചിത്രങ്ങളും. പക്ഷെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ.
നല്ല സന്തോഷമുണ്ട് ഇത് കണ്ടതിൽ, ഇത് നേരിട്ട് കാണാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ ഇതാ ഈ റൂഫിംഗ് പണികളൊക്കെ അത്രയും മനോഹരമാണ്. അന്നത്തെ കാലത്തായിരുന്നാലും ഇന്നത്തെ കാലത്തായിരുന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര ഇനിയും കണ്ടിന്യൂ ചെയ്യും. അത് സെക്കൻഡ് പാർട്ടിലായിരിക്കും കേട്ടോ.